ഇന്ന് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പത്തിലേക്കായാലും ചപ്പാത്തിയിലേക്കായാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് പെരുജീരകവും ഒരു ഏലക്കയും ഒരു ഗ്രാമ്പൂവും ഇതുപോലെ 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് കേട്ടോ. 2 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 6-7 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ള ഒരു പച്ച ടേസ്റ്റൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഉടഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉള്ളിലേക്ക് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാൻ തന്നെയാണ്, കഴുകിയിട്ടൊന്നുമില്ല, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തത് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിയിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ലാസ്റ്റിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണിത്. അതും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.